ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കെറാക് ടീ ആണ്. ഖത്തറിൻ്റെ സ്വന്തമായിട്ടുള്ള ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ് കെറാക് ടീ. പക്ഷേ ഗൾഫ്, UAE, ഖത്തർ രാജ്യങ്ങളിലാണ് ഇത് ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 7 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ചായപ്പൊടി. ഏലക്കായുടെ പുറന്തോട് കളഞ്ഞതിന് ശേഷം ചതച്ചെടുക്കുക. 1 കപ്പ് വെള്ളം, 2 കപ്പ് പാല്. ഫുൾ ക്രീം നല്ല ഫാറ്റുള്ള പാലാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 3 കപ്പ് തിളപ്പിച്ച് ഒരു മീഡിയം ഹീറ്റിലിട്ട് തിളപ്പിച്ച് 2 കപ്പ് ആക്കി എടുക്കണം. അതായത് പറ്റിച്ച ഒരു പാലിലാണ് ഈ ചായ ഉണ്ടാക്കുന്നത്. അതാണ് കെറാക് ടീയും സാധാരണ ടീയും തമ്മിലുള്ള മേജറായിട്ടുള്ള വ്യത്യാസം. കൂടാതെ ഇതിലേക്ക് അഡീഷണലായിട്ട് കുറച്ച് സ്പൈസസും ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഇളക്കിയാണ് പറ്റിച്ചെടുക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് പറ്റി വരുമ്പോഴത്തേക്ക് ചതച്ച ഏലക്കായുടെ കുരു, കറുവപ്പട്ട, ഇഞ്ചി ചതച്ചത്, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ വീണ്ടും ഇടുക. വീണ്ടും ഇത് ഒരു 7 മിനിറ്റോളം ഒരു ലോ ടു മീഡിയം തീയിലിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഏലക്കായുടെയും ഗ്രാമ്പുവിൻ്റെയും ഇഞ്ചിയുടെയും കറുവാപ്പട്ടയുടെയും രുചി ഇതിലേക്ക് നല്ലതായിട്ട് ഇറങ്ങി വരും. ആവശ്യത്തിന് ചായപ്പൊടിയും ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ ചേർത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ്. എത്രമാത്രം നമുക്ക് കടുപ്പം വേണം അതിനെ ആശ്രയിച്ചിരിക്കും. വീണ്ടും ഈ ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ലോ ടു മീഡിയം ഹീറ്റിൽ തിളപ്പിക്കുക. കടുപ്പം കൂടുതൽ വേണ്ടവർ 1 ടീസ്പൂണ് കൂടുതൽ ചായപ്പൊടി ഇടുക. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക. അതിനുശേഷം നല്ലതായിട്ട് അരിച്ചെടുക്കുക. ഗ്രാമ്പുവും കറുവാപ്പട്ടയും എല്ലാം ആ ചായയുടെ മിശ്രിതത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ട് ഊർജം തരുന്നതും ദഹനത്തിന് സഹായിക്കുന്നതുമാണ് കെറാക് ടീ. നല്ല ചൂടോടുകൂടിയാണ് കെറാക് ടീ ഉപയോഗിക്കുന്നത്. ഇനിയും പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ കെറാക് ടീ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.